എല്ലാവർക്കും നമസ്കാരം. അപ്പം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ദേ രാവിലെ നമ്മുടെ വീട്ടിലെ ഇഡലിയും സാമ്പാറും ആയിരുന്നേ. നല്ല പഞ്ഞി പോലുള്ള സോഫ്റ്റ് ഇഡലിയാണ്. അപ്പം കുഞ്ഞിന് രാവിലെ എല്ലാം ഒരുക്കി റെഡിയാക്കി നിർത്തി. അപ്പോൾ അവളും സ്കൂളിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, അവൾക്ക് ചോറ് ഇഷ്ടമല്ല, പലഹാരങ്ങളാണ് ഇഷ്ടം. അപ്പോൾ അവൾ ദേ കൈയിട്ട് വാരിക്കൊണ്ടിരിക്കുകയാണ്, കൈയില്ല സ്പൂണിട്ട് ഓരോന്നൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ സാമ്പാറിനകത്ത് ചാറ് അധികം ഉപയോഗിക്കില്ല, അവൾ പച്ചക്കറി ഒന്നും അധികം കഴിക്കത്തില്ലേ. അപ്പോൾ ഈ സാമ്പാറൊക്കെ വെക്കുമ്പോഴത്തേക്കും ഞാൻ കുറേ കഷ്ണമാണ് കൂടുതലായിട്ടും വെച്ച് കൊടുക്കാറുള്ളത്. അപ്പോൾ അതാകുമ്പോൾ പച്ചക്കറിയൊക്കെ ചെന്നോളുമല്ലോ. അതുകൊണ്ട് അവൾക്കെല്ലാം റെഡിയാക്കി വെച്ച് ഇഡലിയും സാമ്പാറും ഒക്കെ വെച്ച് ഇന്ന് മുളകൊന്നും വെച്ചില്ല. അപ്പോൾ അതെല്ലാം റെഡിയാക്കി അവളെ സ്കൂളിലോട്ട് പറഞ്ഞു വിട്ടു കേട്ടോ. അപ്പം ഇന്ന് രാവിലെ സാമ്പാറും ഇഡലിയൊക്കെ ആയിരുന്നു. ഇന്ന് നമ്മുടെ വീട്ടിലൊരു ചെറിയ വിശേഷം ഉണ്ടായിരുന്നു. എനിക്കൊരു അനിയത്തിയുണ്ട്, അവൾ UK നേഴ്സാണ്. അപ്പോൾ അവിടെ കല്യാണത്തിൻ്റെ പത്രിക കുറിക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ അവൾ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് 2 പേര് വരുന്നുണ്ട്. വലിയതായിട്ടൊന്നും ചടങ്ങില്ല, നമ്മുടെ ഇവിടെ നിന്ന് വേണ്ടപ്പെട്ട 2-3 പേര് അത്രേ ഉള്ളൂ. അവരുടെ വീട്ടിൽ നിന്ന് 2 പേര് വന്ന് നമുക്ക് ഡേറ്റ് എടുത്തിട്ടുണ്ട്, അത് പത്രികയായിട്ട് കൊണ്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് ഞാൻ രാവിലെ ഇത് വൈകുന്നേരം ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, പാല് ഉറയൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് അവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് കടയിലേക്കുമൊക്കെ വേണം, അപ്പോൾ അതിന് വേണ്ടി എടുത്താണ്. അപ്പം ഞാൻ ഈ രാവിലത്തെ പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോഴത്തേക്കിനും ഞാൻ ഇരുന്ന് കഴിക്കാമെന്ന് വെച്ച് ഞാൻ ഇഡ്ഡലി സാമ്പാറും ഒക്കെ എടുത്ത് ഞാൻ കഴിച്ചു. അപ്പം ഇന്നാണ് അവർ വരുന്ന ദിവസം. നമ്മൾ ജനുവരിയിലേക്കാണ് കല്യാണം നടത്തുന്നത്. അപ്പോൾ അവർക്ക് കുറേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം. ഞങ്ങളുടെ പേരമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ കരിമീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കരിമീൻ വറുക്കാനുള്ളതെല്ലാം എടുത്തു വെച്ചു, അവിയലിനുള്ളതെല്ലാം മാറ്റി വെച്ചു. ഇത് കരിമീൻ കറി വെക്കാനുള്ളതെല്ലാം ചെറിയ പീസായിട്ട് മുറിച്ചൊക്കെ വെച്ച്. ഇത് ഞങ്ങളുടെ പേരമ്മ, ലളിതമ്മയെന്നാണ് പേര്. അച്ഛൻ്റെ ഏറ്റവും മൂത്ത ചേട്ടൻ്റെ ഭാര്യയാണ് ഞങ്ങളുടെ പേരമ്മ. അപ്പറയമ്മ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ലളിതമ്മ എന്ന പേര്, അപ്പറയമ്മ എന്ന് പറഞ്ഞ് അങ്ങനെ പേരായിപ്പോയി. അപ്പറയമ്മ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ അപ്പറയമ്മേനെ സഹായിക്കാനായിട്ട് തേങ്ങയൊക്കെ ചിരണ്ടുന്നുണ്ട് കേട്ടോ. അപ്പറയമ്മയാണ് മെയിൻ കുക്കായിട്ട് അവിടെ നിൽക്കുന്നത്. അപ്പം അപ്പറയമ്മ കറി വെക്കുന്ന എല്ലാത്തിനും നല്ല ടേസ്റ്റാണ്. അപ്പം കരിമീൻ കറി വെക്കുവാണേ. അപ്പം ഈ ചട്ടിക്കകത്തോട്ട് എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ മൂപ്പിച്ചിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കും. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടും. എന്നിട്ട് തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഇച്ചിരി പെരുംജീരകം, ഇച്ചിരി കുരുമുളക് കൂടെ ചേർത്ത് അരപ്പ് റെഡിയാക്കിയിട്ട് വെള്ളമൊക്കെ നല്ലതായിട്ട് ചേർത്ത് ചട്ടിക്കകത്തോട്ട് അതെല്ലാം അരപ്പെല്ലാം കൂടെ ചേർത്ത് നല്ല റെഡിയാക്കി വെക്കുവേ. അങ്ങനെയാണ് അപ്പറയമ്മ കറി വെക്കുന്നത്. ഞാനവിടെ സൈഡിൽ നിന്ന് തേങ്ങ ചിരണ്ടുന്ന കൂട്ടത്തിൽ അപ്പറയമ്മ കറി വെക്കുന്നതൊക്കെ നോക്കുന്നുണ്ട്. അപ്പം എന്നിട്ട് ഇത് വെള്ളമെല്ലാം ഒഴിച്ച് സെറ്റാകുമ്പോഴത്തേക്കിനും നമ്മൾ മീൻ കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിമീൻ കറി നല്ല ടേസ്റ്റായിരുന്നു അപ്പറയമ്മ വെച്ച കറിക്ക്. എന്നിട്ട് ഓരോരോ കരിമീനും എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിന്ന് 2 കിലോ കരിമീൻ മേടിച്ചാണ്, അത്രയും വേണ്ടി വന്നില്ല, ബാക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ച്. അപ്പം ഇത് ഫ്രഷായിട്ട് കിട്ടിയത് നമ്മളത് കണക്ക് പെട്ടെന്ന് കറി വെച്ച്. ഫ്രിഡ്ജ് വെച്ചാൽ അത്ര രുചി കാണത്തില്ലേ, പെട്ടെന്ന് എടുത്ത് കറി വെക്കുമ്പം നല്ല ടേസ്റ്റായിരിക്കും. കായൽ കരിമീനായിരുന്നു, നമ്മൾ വളർത്തുന്ന സ്ഥലത്തു നിന്നൊക്കെ കരിമീൻ മേടിച്ചാലേ ഒരു രുചി കിട്ടത്തില്ല. കായലിലെ കരിമീനാകുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള രുചിയുണ്ട്. അപ്പം അപ്പറയമ്മ അതെല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചു. എന്നിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ താളിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പുറത്തോട്ട്. എന്നിട്ട് കറിവേപ്പിലയും കൂടെ ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ അടുപ്പിനകത്താണ് മീൻ വെച്ചത്, നല്ല ടേസ്റ്റുള്ളൂ, അതുകൊണ്ട് അങ്ങനെ വെച്ചു. അപ്പം ഇത് ഞങ്ങളുടെ അപ്പറയച്ചൻ, ഇപ്പം നമ്മൾ കണ്ടില്ലേ അപ്പറയമ്മയുടെ ഭർത്താവ്, അതായത് ഞങ്ങളുടെ അച്ഛൻ്റെ ചേട്ടനാണ്, രാജപ്പൻ എന്നാണ് പേര്. ഇവർ ഞങ്ങളെ അപ്പറയച്ചൻ എന്നാണ് വിളിക്കുന്നത്. ഇത് ഞങ്ങളുടെ അപ്പറയച്ചൻ അപ്പോൾ വന്ന്. അപ്പോൾ അപ്പറയച്ചനും ചേട്ടനും കൂടെ ഞാൻ ഇഡലിയും സാമ്പാറും ഒക്കെ വെച്ച് കൊടുത്തേ. അവരവിടെ ഇരുന്ന് കഴിക്കുവാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർ ചെറുക്കൻ്റെ അച്ഛനാണ്, ചെറുക്കൻ്റെ പേര് ശരത്ത് എന്നാണ്. അപ്പോൾ ശരത്തിൻ്റെ അച്ഛനാണ്. അപ്പോൾ അവർ നമ്മുടെ SNDPന്ന് പത്രികയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ വായിച്ച് കേൾപ്പിക്കും, നമ്മുടെ ദിവസവും സമയവും മുഹൂർത്തവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് വോയിസ് ഇല്ലാത്തതുകൊണ്ടാണ് എൻ്റെ ശബ്ദം ഇടാത്തത്, ഞാൻ തന്നെ പറയുന്നത്. അപ്പോഴത്തേക്കിനും നമ്മൾ ജനുവരി മാസം ആണ് കല്യാണം, 11-ാം തീയതിയാണ്, ശനിയാഴ്ച. നമ്മുടെ ഇവിടെ അമ്പലത്തിലാണ് ഓഡിറ്റോറിയമൊക്കെ എടുത്തിരിക്കുന്നത്, മടത്തിലമ്പലം എന്ന് പറയും. ഞങ്ങളുടെ കല്യാണം നടന്ന അമ്പലത്തിൽ തന്നെയാണ് കല്യാണം. അപ്പോൾ അവൾ ജനുവരി വരും, ചെറുക്കനും വരും. ചെറുക്കൻ സ്കോട്ട്ലൻഡിലാണ് ജോലി ചെയ്യുന്നത്. അവരുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നെ പറയാം. ഞങ്ങളാരും ചെറുക്കനെ കണ്ടിട്ടില്ല, ഫോണിൽ വിളിക്കും, വീഡിയോ കോൾ ചെയ്യും, അങ്ങനെ പരിചയമുണ്ട്. മാട്രിമോണി വഴി വന്ന ആലോചനയാണ്. പുറക്കാടാണ് വീട്, അമ്പലപ്പുഴ. ചെറുക്കനും ഇനി ജനുവരിയിലേ വരത്തുള്ളൂ, അന്ന് അവളും വരും ആ സമയത്ത്.
അപ്പം ചെറുക്കനെ കാണാനായിട്ടൊക്കെ എല്ലാവരും വെയിറ്റിംഗ് ആണ്. ആരും കണ്ടിട്ടില്ല വീട്ടിലുള്ളത്. അപ്പോൾ അവരുടെ അച്ഛനും അവരുടെ വേറൊരു ബന്ധത്തിലുള്ളൊരു ചേട്ടനും കൂടാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ചടങ്ങ് നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് ആ മുഹൂർത്തവും കാര്യങ്ങളൊക്കെ അവരൊക്കെ വായിക്കും. അത്രേ ഉള്ളായിരുന്നു ചടങ്ങ്. പിന്നെ വന്നവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് വിടുക, അത്രേ ഉള്ളൂ. പിന്നെ ഇനിയും വേറെ കാര്യങ്ങളൊക്കെ ചടങ്ങൊക്കെ പിന്നെ നടത്തുമായിരിക്കും. അങ്ങനെ നമ്മുടെ പേരമ്മയും പേരപ്പനും മാത്രമേ ഉള്ളായിരുന്നു വീട്ടിൽ. വേറെ ആരും അങ്ങനെ വലുതായിട്ട് വിളിച്ചൊന്നുമില്ല. അച്ഛൻ്റെയൊക്കെ മൂത്ത പേരപ്പനും പേരമ്മയും അവർ മാത്രം. ഇപ്പം ഞാൻ പറഞ്ഞ അപ്പറേച്ചനും അപ്പുറമേ. അപ്പം അങ്ങനെ ഇന്നത്തെ ചടങ്ങൊക്കെ അങ്ങനെ അതുമാത്രം ഉള്ളായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി അവർക്ക് ചോറൊക്കെ കൊടുക്കണം. അപ്പം ചോറ് കൊടുക്കാനായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചു. ഇതൊക്കെയാണ് കറികൾ. ഇത് അവിയലുണ്ടായിരുന്നു. പിന്നെ പയറ് മെഴുക്ക് പുരട്ടി ഉണ്ടായിരുന്നേ. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് പയറ് മെഴുക്ക് പുരട്ടി വെച്ചത് നല്ല ടേസ്റ്റായിരുന്നു അത്. പിന്നെ കടുമാങ്ങ ഉണ്ടായിരുന്നു. പിന്നെ കരിമീൻ വറുത്തതുണ്ടായിരുന്നു. കരിമീൻ കറി ഉണ്ടായിരുന്നു. പിന്നെ മോര് കാച്ചിയത്. ഇത്രയാണ് നമ്മൾ കറിയായിട്ടുണ്ടായിരുന്നത്. ഇറച്ചിയൊന്നും മേടിച്ചില്ല. പെട്ടെന്ന് അവർ വരുന്നെന്ന് പറഞ്ഞ് അങ്ങനെ ഇതായതേ ഉള്ളൂ. ഇനിയിപ്പോൾ വിരുന്നും കാര്യങ്ങളൊക്കെ നടത്തുവാണെങ്കിൽ അന്നേരം കുറച്ച് ഇതായിട്ടൊക്കെ നടത്താം. ഇപ്പോൾ 2 പേരല്ലേ വന്നുള്ളൂ. ഇറച്ചിയൊന്നും മേടിച്ചില്ല. അപ്പോൾ അവർക്കിപ്പോൾ വേണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം അവർ ചോറിനൊന്നുമില്ല, രാവിലത്തെ പരിപാടിക്ക് വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ നിർബന്ധിച്ച് അങ്ങ് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ അമ്മയാണ്, അച്ഛനും പേരപ്പനുമൊക്കെ ഒന്നിച്ചിരുന്ന് അപ്പോൾ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് പേരമ്മയാണ്. എന്നിട്ട് ഭക്ഷണമെല്ലാം കഴിഞ്ഞിട്ട് അവർ പോവുകയാണ്. അപ്പം നമ്മൾ തെളിഞ്ഞ് നിൽക്കുമായിരുന്നു ആകാശമൊക്കെ. അപ്പോൾ അവർ എല്ലാവരോടും യാത്ര പറഞ്ഞ് പോയി. ഇനിയിപ്പം കല്യാണം വിളിയും കാര്യങ്ങളും ഒക്കെ തുടങ്ങണം. കല്യാണക്കുറിയൊക്കെ അടിക്കണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം. അപ്പം അവർ പോയി. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ അങ്ങ് മഴയൊക്കെ പെയ്യാൻ തുടങ്ങി. ഭയങ്കര മഴയായിരുന്നു ഇവിടെ. ആകാശമൊക്കെ അങ്ങ് മൂടി വന്നിട്ടുണ്ട്. ഭയങ്കര മഴ കണ്ടോ. ഈ ഒരു സമയം ഒരു 3 മണിയായപ്പോൾ തൊട്ട് നമ്മുടെ മുറ്റത്തൊക്കെ ഭയങ്കര വെള്ളമായിരുന്നേ. അങ്ങനൊരു പ്രശ്നമുണ്ട് നമ്മുടെ ഇവിടെ. കുറേ നേരം വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കും ഈ വാതുക്കലൊക്കെ. ചെറിയൊരിടത്തോടുണ്ട്, അങ്ങോട്ട് ഒഴുകി പോകും. പക്ഷേ എന്നാലും കുറേ നേരത്തേക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി ഇവിടെ ആ പ്രദേശം മൊത്തം അങ്ങനെ കിടക്കുന്നൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അപ്പം മണ്ണൊക്കെ ഇട്ട് പൊക്കണം, എന്നാലേ ശരിയാകത്തുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും കണ്ടോ, ഇത് നമ്മുടെ അടുക്കളയുടെ വശമാണ്. മൊത്തം ഇരുട്ട് കയറി കിടക്കുവാണ്. 3 മണി സമയമാണ് ഇത് കണ്ടോ. അത്രയ്ക്കും നല്ല മഴയാണ് പുറത്ത്. അപ്പം ഞാൻ പുറത്ത് വശത്ത് കാണിച്ചു തരാമേ. അപ്പം നമ്മുടെ ഈ പുറത്ത് വശത്തായിട്ട് നമ്മൾ മുകളിലൊരു പടുത കണക്ക് വലിച്ച് കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു സൈഡിലെ മുറ്റത്ത് വെള്ളം വീഴത്തില്ല. അപ്പം നമ്മുടെ പറ്റിക്കിടന്ന തോടൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല മഴയായിരുന്നു. ഇപ്പം 2 ദിവസം മഴയൊക്കെ ഉള്ളത് കൊണ്ട് നല്ല, പക്ഷെ കറുത്ത് മൂടിയാണ് കിടക്കുന്ന ആകാശം മൊത്തം. ഇരുട്ടാണ് ഫുള്ള്. അപ്പം ഞാൻ ആ പുറകിൽ ചെന്ന് അതൊക്കെ ഒന്ന് നോക്കുമായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞു. അപ്പം നമ്മൾ ഈ ഒരു 3 മണിയാണ്. ഇനി കുഞ്ഞിനെ കൊണ്ടുപോകാനായിട്ട് ചേട്ടനൊക്കെ പോകും. അപ്പം ഞാൻ വന്ന് നോക്കിയതാണ്. കരിമീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഉച്ചക്കത്തെ കരിമീൻ കറിയും പിന്നെ അവിയലും മീൻ കറിയൊക്കെ ഇരിപ്പുണ്ട്. മീൻ കറി ഉണ്ടായിരുന്നു. ബാക്കി പേരപ്പനൊക്കെ കുറച്ച് കറിയൊക്കെ കൊടുത്തു വിട്ടു. അവർ ഉണ്ടായിരുന്നല്ലേ ഇവിടെ. പിന്നെ മോരും കുറച്ചുണ്ട്. അവിയലിരിപ്പുണ്ട് വൈകിട്ടത്തേക്ക്. അപ്പം വൈകിട്ട് വേറെ പരിപാടികളൊന്നും ഇല്ല, വേറെ വെക്കൊന്നും വേണ്ടല്ലോ. പിന്നെ ഞങ്ങൾക്ക് മാത്രം എന്തെങ്കിലും വൈകിട്ട് വെച്ചാൽ മതിയാവും. അച്ഛനും അമ്മയ്ക്കും കുഞ്ഞിനും ഒക്കെയുള്ള കറിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പം വൈകിട്ട് കുഞ്ഞ് വരുന്നതിന് മുന്നായിട്ട് അവൾക്ക് ഇഷ്ടമുള്ള അവൽ നനച്ച് വെക്കാമെന്ന് വെച്ചേ. അപ്പം ഇന്നാളെടുത്തതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. ബിസ്മിയുടെയാണ് അവൽ. അവൾക്ക് ഇഷ്ടമാണത്. അപ്പം ഞാൻ അവലൊരു പാത്രത്തിലോട്ട് എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ശർക്കര ഉണ്ടായിരുന്നു, കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണേ. എന്നിട്ട് ശർക്കര അങ്ങ് ചീകിയിട്ട് കൊടുക്കുന്നുണ്ടല്ലേ. അപ്പം വൈകുന്നേരം വരുമ്പോൾ അവൾക്ക് ഭയങ്കര വിശപ്പാണ്. എന്തെങ്കിലുമൊക്കെ വേണമെന്നും പറഞ്ഞേ വരത്തുള്ളേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ശർക്കരയെല്ലാം ചിരണ്ടി എടുത്ത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തേ. പിന്നെ തേങ്ങാപ്പീര കുറച്ചുണ്ടായിരുന്നു. അത് തേങ്ങ ചിരണ്ടി എടുത്തിട്ട് ആ പീരയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഇച്ചിരി ജീരകവും ഏലക്ക ഞാൻ ചേർത്തില്ല, ജീരകം ഇച്ചിരി ഞെരടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഒത്തിരി വെള്ളം ഒഴിച്ചു പോകും, ഒത്തിരി കുഴഞ്ഞു പോയി. ശർക്കര നമ്മൾ നല്ലതായിട്ട് ഞെരടുമ്പോൾ ആ ഒരു ഇതായിട്ട് കിടന്നോളും. അപ്പം ഞാൻ കാപ്പി അടുപ്പത്ത് വെച്ചു. കാപ്പിയായിട്ട് അവൽ കഴിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ഞാൻ അവൽ കാപ്പിയെല്ലാം റെഡിയാക്കി വെച്ചു. എന്നിട്ട് അവൽ നന്നായിട്ട് ശക്കലം വെള്ളവും കൂടെ ചേർത്ത് ഒരു കുഴച്ചൊക്കെ ഇടുന്നുണ്ട്. ഇതപ്പം അവൽ എല്ലാം റെഡിയാക്കി വെച്ചു. അവൾ വരുമ്പോൾ അവൾക്ക് കൊടുക്കണമല്ലോ. ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോഴത്തേക്കിനും അതെല്ലാം സെറ്റാക്കി റെഡിയാക്കി വെച്ചു. അപ്പോൾ അവൾ സ്കൂളിൽ നിന്ന് വന്നു, കൈയെല്ലാം കഴുകി എല്ലാം വന്നു. അപ്പോൾ അവൾക്ക് കടിഞ്ചായയും അവലും ഒക്കെ എടുത്തു വെച്ചു. അവളിരുന്ന് കഴിക്കുവാണേ. അപ്പം വൈകിട്ടത്തേക്കുള്ളത് എന്തെങ്കിലും എനിക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. ഞാൻ ദോശയെല്ലാം എടുത്തുകൊണ്ട് വന്നു, ദോശയൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചെറിയൊരു വ്ളോഗായിരുന്നു. എല്ലാവരും എൻ്റെ ചാനൽ കാണുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു സോ മച്ച്.